നിലമ്പൂരിൽ കരുത്തു കാട്ടിയ പി വി അൻവറിന്റെ നീക്കങ്ങളെ വകവെക്കാതെ CPM പൊതുസമ്മേളനത്തിൽ അണിനിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. ഈ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമെന്നും CPM അണികൾ ഭദ്രമാണെന്നും LDF കൺവീനർ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും. എന്താണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPMനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ വന്ന് കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. CPMന് ഏതെങ്കിലും തരത്തിലൊരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല. ഇത് CPMനെ ബാധിക്കുന്ന പ്രശ്നവുമില്ല. CPMന്റെ അണികൾ ഭദ്രമാണ്. അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ CPMന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ്. അതല്ലാതെയുള്ള യാതൊരു ബന്ധവും CPMും അൻവറുമായിട്ടില്ല. TP രാമകൃഷ്ണൻ അങ്ങനെ ആശ്വസിച്ച് കിടന്നുറങ്ങട്ടെ എന്നാണ് PV അൻവറിന്റെ പരിഹാസം. PV അൻവറിനെ സ്നേഹിക്കുന്നവർ എല്ലാ മണ്ഡലത്തിലും ഉണ്ടെന്നും മറുപടി. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDFന്റെ കയ്യിൽ നിന്ന് പോകും. അത് നിലമ്പൂർ മാത്രമല്ല ഇനി അത് പാർട്ടിയായിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും. ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും. ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എൻ്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നുവെന്നും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്നുവെന്നും AK ബാലന്റെ വിമർശനം. ഇത് ലേശം വഴിവിട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തീക്കൊണ്ട് തലചൊറിയാണ് അദ്ദേഹം. സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രയോഗം ഇന്നേ വരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിസ്കരിക്കുന്നതിന് ആരെങ്കിലും എതിരാണോ? അൻവറിൻ്റെ പേരിന് ആരെങ്കിലും എതിരാണോ? അപ്പം ഇതെന്തിനാ ഇപ്പോൾ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്? അതൊരു ദുഷ്ടലാക്കാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കുക. ഇത് UDFന്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ പണികൾ കഴിഞ്ഞ 8 വർഷമായി നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ CPIMനെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അരുൺ, PV അൻവർ പൊതുയോഗം വിളിക്കുന്നതിന് മുൻപ് CPM PV അൻവറിനെതിരെ ഒരു ശക്തി പ്രകടനം നടത്തുകയുണ്ടായി. അതിലുണ്ടായ മുദ്രാവാക്യങ്ങളൊക്കെ വലിയ തോതിൽ വിമർശന വിധേയമാവുകയും ചെയ്തു. രാഷ്ട്രീയ വൈരം എന്ന് പറയുന്നത് കൊലവിളി മുദ്രാവാക്യം നടത്തിയല്ല തീർക്കേണ്ടത് എന്നുള്ളതടക്കം വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. CPM തന്നെ വലിയ പ്രതിരോധത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ CPMന്റെ കൺമുന്നിൽ ഒരുപക്ഷെ മൂക്കിനു താഴെ കൃത്യമായി ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്നലെ ഒരു ശക്തി പ്രകടനം, ഒരു വലിയ പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഈ നിമിഷം ഇവിടെ ഇരുന്നു തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകളുടെ ഭരണം LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. താൻ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് CPMനോട് തുറന്നു പറയുകയാണോ PV അൻവർ? മാധു സൂചിപ്പിച്ചതുപോലെയുള്ള CPMന്റെ ഭീഷണി, അതിന് പിന്നാലെയാണ് അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് നടത്തിയത്. ആയിരങ്ങൾ അണിനിരത്തിയുള്ള ഒരു ശക്തി പ്രകടനം, ജനങ്ങളൊരു പാർട്ടിയായി മാറണം, അതിനൊപ്പം ഞാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നെക്സസിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പോരാട്ടത്തിൽ താൻ എന്ന ധ്വനി അൻവർ അവിടെ ഉയർത്തുകയാണ്. അതിനിടെ കൂടിയാണ് CPM അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നത്. അവിടെയും അൻവർ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ ഈ പോര് കൊടുത്തും തന്നെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ TP രാമകൃഷ്ണൻ പറയുന്നു ഈ താൽക്കാലികമായ ഒരാൾക്കൂട്ടമാണ് അതെന്ന്. അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്നാണ് AK ബാലൻ പറയുന്നത്. അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള മറുപടി അൻവറിൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അൻവർ നാളെയും മറ്റന്നാളും ഒക്കെയായി പൊതുയോഗം നടത്തി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർ പറഞ്ഞ ഈ CPM ഉയർത്തുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ മറുപടി അൻവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ
ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അൻവർ വർഗീയത കളിക്കുന്നു, അല്ലെങ്കിൽ വർഗീയമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ അൻവർ പറഞ്ഞു, ഞാൻ അതിൽ ഇപ്പോൾ ഒരു ബാധ്യതയാണ് എനിക്ക്, ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം പറയേണ്ടി വരുന്നു. ഈ 150 കൊല്ലം മുന്നേയുള്ള ഈ ചരിത്രമൊക്കെ, പിതാവിൻ്റെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അൻവർ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. ഈ പാർട്ടി ഒപ്പം ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല. ഇപ്പോഴും വരാൻ തയ്യാറായി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഔദ്യോഗികമായി ആരെയും ക്ഷണിച്ചിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്ക് പോലെയായിരുന്നു. മുൻ ഏരിയ കമ്മിറ്റി അംഗത്തെ, മുൻ ലോക്കൽ സെക്രട്ടറി ഒക്കെയാണ് അൻവർ തന്റെ പൊതുസമ്മേളനത്തിന് ആമുഖം പറയാൻ, സ്വാഗതം പറയാനൊക്കെ കണ്ടെത്തിയത് എന്നുള്ളതൊക്കെ വലിയ തോതിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.